നമസ്കാരം. ഇന്ന് നമുക്ക് യോഗ തുടങ്ങിയാലോ? ചെറിയ ചെറിയ മൂവ്മെൻ്റ് ആയിട്ട് നമുക്കൊന്ന് തുടങ്ങി നോക്കാം അല്ലേ? 50 വയസ്സ് കഴിഞ്ഞ ജിമ്മിലോ യോഗ ക്ലാസ്സിലോ ഒന്നും പോകാൻ സാഹചര്യമില്ലാത്തവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി കുറച്ച് കൂട്ടുവാനും അങ്ങനെ നമുക്ക് ചെറിയ ജോലികളൊക്കെ ഒത്തിരി വേദനയിലില്ലാതെ ചെയ്യുവാനും നടക്കുവാനും കുറച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? നമസ്കാരം. ഇന്ന് ഞാൻ യോഗ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചതൊന്നുമല്ല. ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്നും കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിക്കും എൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ നല്ല സ്റ്റിഫായിട്ട് ഇടയ്ക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഞാനും ഇത് ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പം കുറച്ച് കാലും കൈയുമൊക്കെ ഒന്ന് നീട്ടി കുറച്ചൊരു വാമപ്പ് പോലെ ഒന്ന് ചെയ്യണം. ചെയ്ത് എന്നിട്ട് ഞാൻ ആദ്യം ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയൊരു ചെറിയ ഒരു ബ്ലോക്കുണ്ട്, അതിങ്ങനെ വെച്ചിട്ടിരിക്കുക. അല്ലെങ്കിൽ കൊരണ്ടയോ തലവണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം ആദ്യം. അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ ചമ്രം പടിഞ്ഞിരിക്കാനൊക്കെ പഠിക്കാം അല്ലേ? അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഓക്കെ ഇരിക്കുക. ഇതാണ് ഈസ്റ്റ് കേട്ടോ, ഞങ്ങളുടെ കിഴക്ക് ഇതാണ്. ഞാനിപ്പം ക്യാമറയിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് പയ്യെ ഇങ്ങനെ വെച്ചിട്ട് കൈയും കാലമൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് കഴുത്ത് പയ്യെ തിരിക്കാവുള്ളൂ. കാരണം ഇവിടെയൊക്കെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള നേർസാണല്ലോ. അപ്പം പയ്യെ തിരിക്കത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ നിന്ന് ആദ്യമേ തന്നെ വട്ടത്തിൽ ഇങ്ങനെ കറക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. കുറേ ഞാൻ പഠിച്ചതല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ പറഞ്ഞു തരണം കേട്ടോ. പിന്നെ പയ്യെ മുമ്പോട്ട് നല്ലപോലെ താത്തിയിട്ട് കുറച്ച് നനയ്ക്കുക. പുറകോട്ട് കഴുത്തിനൊക്കെ ഇച്ചിരി വേദനയൊക്കെ ഉണ്ട്. പയ്യെ സപ്പോർട്ടൊക്കെ ചെയ്ത് ആദ്യം ചെയ്യുക. ഈ ഡബിൾ ചിന്നൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറയാനൊക്കെ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ 2 സൈഡിലോട്ടൊക്കെ പയ്യെ ചെയ്യിക്കണം. കുറച്ച് എക്സസൈസുകളൊക്കെ വേറെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഫേഷ്യൽ എക്സസൈസാണ് ഇത് കുറയാനായിട്ട്. നല്ല മസാജിങ് ഉണ്ട് വേറെ. അപ്പം ഇന്നത്രയും ചെയ്തു. നമുക്ക് നടുവിന്
ഒന്ന് റിലാക്സേഷൻ കൊടുക്കാം. ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പയ്യെ പോവുക. 1 ദീർഘശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, താഴോട്ട് വരുമ്പം വിടുക. പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് എന്നിട്ട് ഇത് നടുവിനുള്ള എക്സസൈസാണ്. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ഓരോ എക്സസൈസും കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഇനി ഇങ്ങനെ എക്സസൈസ് ചെയ്യാം. ഇതും നടുവിനും കൈക്കൊക്കെ ഉള്ളൊരു സ്ട്രെച്ചിങ് എക്സസൈസാണ്. ശ്വാസം മുകളിലോട്ട് വരുമ്പോൾ ശ്വാസം അകത്തോട്ട് എടുക്കുക, താഴോട്ട് വരുമ്പോൾ ശ്വാസം വിടുക. ഇടുക. ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ വളയുക. 1 2 3 4 5 മാക്സിമം വളയാൻ ശ്രമിക്കുക. 6 7 8 9 10. ഓക്കെ, ഇനി പയ്യെ പയ്യെ നമ്മളിങ്ങനെ ആണ്. 2 3. ഇനി ഇപ്പുറത്തെ കൈ ശ്രദ്ധിക്കുക. 1 2 3. ഇത് കുറേ പ്രാവശ്യം നമ്മൾ ചെയ്ത് നന്നായിട്ട് വളയുന്നുണ്ട് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഉണ്ടാവാൻ ഓക്കെ. പിന്നെ ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യുക. കാലകത്ത് വെച്ചിട്ട്
റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗും കൂടെ ഇങ്ങനെ പിന്നെ താത്തുക 2 3 4 5. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ലെഗും കൂടെ. ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബാലൻസ് ചെയ്യാൻ. രണ്ട് 1 2 3 4 5. ഓക്കെ, കുറച്ച് റിലാക്സ് ചെയ്യാം. ഞാനൊരു എക്സസൈസ് പറയാം. ഇത് ഈസിയാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ ഭിത്തിയിൽ ഇങ്ങനെ തലവണ വെച്ചിട്ട് ഇങ്ങനെ ഒരു തലവണ വെക്കുക. എന്നിട്ട് ഇത് വെക്കുന്നിടത്ത് ഒരു തലവണ വെക്കുക. ഇങ്ങനെ നമ്മൾ കാല് 90 ഡിഗ്രിയിൽ ഭിത്തിയിലോട്ട് കയറ്റി വെക്കണം. ഇങ്ങനെ കയറ്റി വെച്ച് നമ്മുടെ ഈ ബട്ടക്സ് ഈ വാള മുട്ടണം. അപ്പോൾ ആദ്യം അത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ സ്ലൈഡായിട്ട് വെച്ചു ഇങ്ങനെ സ്ലൈഡിങ് ആയിട്ട് പയ്യെ ചെയ്യണം. കാരണം ആദ്യമേ തന്നെ ഒറ്റയടിക്ക് നമ്മൾ 90 ഡിഗ്രിയിലോട്ട് പോകരുത്. അങ്ങനെ പയ്യെ സ്ലോയിൽ പയ്യെ പോകണം. ഇത് നമുക്ക് നല്ല ഉറക്കം കിട്ടാനും എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇതിങ്ങനെ ചെയ്യാറുള്ളതാണ്. കിടക്കാൻ നമ്മുടെ ബെഡിൽ വെച്ച് തന്നെ ചെയ്യാം. വാളിലോട്ട് കാലിങ്ങനെ 90 ഡിഗ്രി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി റിലീഫ് ഉണ്ടാവും. വയറ് കുറയാനും നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ഉറക്കത്തിനും നല്ലൊരു ഡൈജഷനും ഒക്കെ ഇത് നല്ലതാണ്. നമ്മുടെ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് പമ്പിങ്ങൊക്കെ ഫാസ്റ്റിലാവും. അപ്പോൾ അതെല്ലാം ഒത്തിരി നല്ലതാണ്. കാരണം നമ്മൾ ദിവസം മുഴുവൻ നടക്കുകയും നിൽക്കുകയും നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ കാലെപ്പോഴും താഴോട്ട് തൂക്കിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ തീരെ കുറവാണ് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നത്. പിന്നെ കിടക്കുമ്പോൾ പോലും നമ്മൾ ജസ്റ്റ് സെയിം ലെവലിലല്ലേ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും റേസ് ചെയ്ത് വെക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് എങ്കിലും ദിവസത്തിൽ ഇങ്ങനെ റേസ് ചെയ്ത് ഇങ്ങനെ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ചെയ്ത് പയ്യെ എക്സസൈസുകളൊക്കെ ചെയ്യാതെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇറക്കി നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. എന്നിട്ട് പിന്നെയും അതുപോലെ തന്നെ ഇങ്ങനെ താത്തി വെച്ചിട്ട് പയ്യെ താത്തി വെച്ച് നമുക്കിങ്ങനെ വാളിൽ ഇങ്ങനെ വെച്ച് നമുക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇരിക്കുമ്പം നമുക്ക് ബാക്ക് പെയിൻ കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ട് നമുക്കിങ്ങനെ ഉള്ള എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിനൊക്കെ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. വയറും നന്നായിട്ട് കുറയാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് പയ്യെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരിക, താഴോട്ട് കൊണ്ടുവരിക. ആദ്യത്തെ 1-2 ദിവസം നമുക്ക് കാലിന് നല്ല വേദന ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറഞ്ഞോളും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ താഴെ പയ്യെ കൊണ്ടുവന്ന് ഇങ്ങനെ സൈഡിലോട്ട് ചെരിഞ്ഞിട്ട് പയ്യെ എടുക്കുക കേട്ടോ. ഇങ്ങനെ പയ്യെ എടുക്കുക. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ എക്സസൈസ്. ഇത് പല പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുക. പല പ്രാവശ്യം ചെയ്താണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ ഒരു തലവണ എൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേദനയൊക്കെ കുറവ് കിട്ടും ആദ്യം. പിന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിക്കോളും. പിന്നെ ഈ സാധനം അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെരിഞ്ഞും ഇങ്ങനെയൊക്കെ ഇതൊക്കെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പം ഇതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് കുറച്ച് കുറച്ച് പരിചയപ്പെടാം. അപ്പം ഇന്നത്തേന് നമുക്ക് നിർത്താം. എല്ലാവരും ഒരു പല പ്രാവശ്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് ഓരോ ദിവസവും ചെറിയ ചെറിയ മൂവ്മെൻറ്റിലൂടെ കൂടുതൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും അങ്ങനെ നമ്മുടെ ജോയിൻസിൻ്റെ പെയിനും എല്ലാം നമുക്ക് പയ്യെ പയ്യെ മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാം. ഓക്കെ.